പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000 ആരാധനയുടെ ശക്തിയാൽ ദൈവവേദന, മനസ്സ്, ശരീരം, ആരോഗ്യം, ഏതെല്ലാം മേഖലകളിൽ എൻ്റെ മക്കള് ഇന്ന് ഞെരുങ്ങുകയോ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിങ്ങുന്ന മനസ്സാണ് നിങ്ങളുടെ എങ്കിൽ, സാമ്പത്തിക തകർച്ച ഉള്ളത് കാരണം, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയത് കാരണം, വരുമാന സ്രോതസ് അടഞ്ഞു പോയത് കാരണം, പഠിക്കേണ്ട കാര്യങ്ങളും വിസ പ്രോസസ്സിങ്ങും നാട്ടിലുള്ള പരീക്ഷകളും ടെസ്റ്റുകള് പരീക്ഷ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ, എൻ്റെ വിഷയത്തിന് PSC ടെസ്റ്റ് പിടിച്ചെന്നെങ്കിലും ആഗ്രഹിക്കുന്നവരെ, അതെല്ലാം ഈ ഒറ്റ പ്രാർത്ഥനയുടെ ദൈവത്തിലെ നിന്നെ ഏറ്റെടുക്കുകയും നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. നീ കടം കൊടുത്തിട്ടുള്ളവര്, അത് കിട്ടാത്തവര്, നിന്നോട് കടം വാങ്ങിച്ചിട്ടുള്ളവർ, അത് തരാത്തവര്, എല്ലാം കൊണ്ട് നീ ഞെരുങ്ങുന്ന വിഷയങ്ങളെല്ലാം കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ നിന്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെ കണ്ണുനീരിനെ ഏറ്റെടുക്കുകയും എൻ്റെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുകയും നീ ശക്തിപ്പെട്ട് രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ കൃപ നിന്നെ പിന്തുടരട്ടെ. പിതാപുത്രനും അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഈ ദിവസങ്ങളൊക്കെ പഴങ്കഥകൾ പറയുകയാണ്. ഇത് 88 ഒരു പള്ളിയിലിരിക്കുകയാണ്. ആ പള്ളിയുടെ പേരൊന്നും പറയണില്ല. അപ്പൊ ഈ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാകും. ഞാൻ ആ പള്ളി ഇരിക്കുമ്പോൾ ഞാനത് അന്ന് കുറച്ച് അവശനാണ്. എന്ന് വെച്ചാൽ ഇന്ന് അവശനല്ലെന്നൊന്നും പറയണില്ല, ഇന്ന് ഇത്തിരി അഭിഷേകമുണ്ട് അവശനാണെങ്കിൽ. അപ്പോൾ അന്നെന്ന് പറയണത് അത്രയും അഭിഷേകമൊന്നും ആയിട്ടില്ല. അപ്പോൾ അത് വർക്കിനൊക്കെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു കന്യാസ്ത്രീയുണ്ട്, അടുപ്പമുള്ള വെച്ചാൽ അവർ ഹെഡ് മാസ്റ്ററാണ്, റിട്ടയർഡായതാണ്, ഇപ്പോൾ വിശ്രമ ജീവിതമാണ്. അപ്പോൾ എന്നോട് പറയും, എൻ്റെ കൊച്ചച്ച എന്നാ കോലമാണിത്. അപ്പോൾ എനിക്ക് ഞായറാഴ്ച 2 കുർബാന, പിന്നെ കാറ്റഗിസം, പിന്നെ കുറേ സംഘടനാ മീറ്റിംഗ് എല്ലാം കൂടി വന്നിട്ട് ഞാനൊരു 12:30 ആകുമ്പോൾ ഇങ്ങനെ വല്ലാത്ത രീതി തളർന്നു പോകും. അപ്പോൾ എന്നോട് പറയും, ഊണ് കഴിക്കണം ഞാൻ മടത്തി ചെന്ന്. അപ്പോൾ മടത്തി ചെല്ലുമ്പോൾ ആ കന്യാസ് എനിക്കൊരു സൂപ്പ് തരും, പ്രത്യേകം ഉണ്ടാക്കിയ നല്ല സൂപ്പാണ്, കുറച്ച് ബലം കിട്ടും. അപ്പോൾ ഒരു ദിവസം ഞാൻ കന്യാസ്ത്രീയുടെ അടുത്ത് ചെല്ലുമ്പോൾ
ആ അമ്മ ഇരുന്നുകൊണ്ട് ഇല തിന്നുകയാണ്. അതൊരു ഒരു ചെടിയുടെ ഇല തിന്നുക. അപ്പൊ അവര് ഈ പോർട്ടിക്കോയില് വരാന്തയില് കസേര വരച്ചിട്ട് ഈ അതിൻ്റെ മുകളില് വരാന്തയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വള്ളിച്ചെടിയുണ്ട്. അമ്മേന്നാണ് ഇല പിറക്കി തിന്നണത്. അപ്പൊ ഞാൻ ചോദിച്ച അമ്മ ഇത് എന്നാ ഇലയാണ് ഇത്? അപ്പൊ എന്നോട് ചക്കരകൊല്ലി ഇലയാണ് അച്ഛാ ഇത്. എന്തിനാണ്? എനിക്കിത്തിരി ലേശം ഷുഗറൊക്കെ ഉണ്ടല്ല, അതുകൊണ്ട് ഞാൻ ചക്കരകൊല്ലി ഇല തിന്നുകയാണ്. അത് ഓക്കെ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കേൾക്കണത് ഇങ്ങനെ ഷുഗറുകാർക്ക് ചക്കരകൊല്ലി ഇലയൊക്കെ തിന്നാ. പഴയ തലമുറ അങ്ങനെ കഴിച്ചിരുന്നു. ഇപ്പൊ കഴിക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. ഇപ്പൊ ഷുഗറുകാർക്ക് ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഈ മധുരക്കിഴങ്ങ് വെച്ച് പിടിപ്പിക്കുകയല്ലേ. ഏതോ ഒരു മാസികയില് മധുരക്കിഴങ്ങ് ഷുഗറിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇപ്പം പലയിടത്തും ഞാൻ കണ്ട് മധുരക്കിഴങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ട് ഷുഗറുകാർ പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുമോ ചെയ്യട്ടെ, നല്ലതായിരിക്കും. അപ്പോൾ അത് കാലം മാറിയപ്പോൾ ഒരു ഐറ്റം വന്നതാണ്. ഇപ്പം റിസോർട്ടിൽ ഈ കന്യാസിൻ്റെ അടുത്ത് ഞാൻ വേറൊരു ചെല്ലുമ്പോണ്ടല്ലോ, അന്നൊരു അടിയുന്ന ഏതോ കന്യാസിയുടെ ബർത്ത്ഡേ ആയിരുന്നു അവിടെ. അപ്പം ഈ അമ്മ അലുവായും ലഡുവും തിന്നണം. എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ? അപ്പൊ ഒരാൾ തന്നെ പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ രണ്ട് സമയത്ത് ചെയ്യുമ്പോ ഞാനൊന്നും പറഞ്ഞില്ല. നല്ല പ്രായമുള്ള കന്യാസ്ത്രീയല്ലേ, എന്നോട് വേണ്ട വലിയ ഇഷ്ടമാണ്. മക്കളെ, ഇത് കേട്ടപ്പോ നിങ്ങൾക്ക് തോന്നിയത് ഇത് ഒരു രസത്തിന് ഇൻഫർമേറ്റീവ് ആണ്. ഇൻഫർമേറ്റീവ് അല്ല, ഇതിലൊരു വചനമുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഐസയ 64:6 നോക്കിയേ. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? അതാണ് വിഷയം. ഈ പുണ്യവും പാവവും ഒരുമിച്ച് ചെയ്താലുള്ള കുഴപ്പം എന്താ? ഈ ലഡുവും ചക്കരവള്ളി ഇലയും കൂടി ഒരുമിച്ച് കഴിച്ചാലുള്ള കുഴപ്പം എന്താണ്? ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? എന്താണ് കാര്യം? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവർത്തികൾ ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയുമാണ്. സൽപ്രവൃത്തികളാണ് ചെയ്യണതെങ്കിൽ എന്താ പറ്റി? പാപം പുണ്യത്തിന്റെ കൂടി പാപം കാരണം ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിന വസ്ത്രം പോലെയുമാണ്. അപ്പൊ അതിന്റെ കുഴപ്പം എന്താണ്? ആ രക്ഷയെ അത് ബാധിക്കുമെന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ പാപം പുണ്യം പാപം ചെയ്തിട്ട് അതുകൊണ്ട് പുണ്യം കൊണ്ട് അതിനെ മറക്കാന്ന് വെച്ച് കഴിഞ്ഞാലേ വിമണി പാടായിരിക്കും. ആഘോഷനും തോന്നിയവാസവും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി കൂതാശകൾ വെട്ടിമുറിച്ച് വീട്ടിൽ പോയി നിൽക്കുകയും ഇങ്ങനെ അഭ്യാസങ്ങളൊക്കെ കാണിച്ചാലേ പിന്നെ എന്തെങ്കിലും ആതുര സേവനവും കിട്ടുന്ന ശമ്പളം കൊണ്ട് പാദം കൊടുക്കാവുന്ന അല്ലെങ്കിൽ എന്നൊക്കെ വിചാരിച്ചാലേ ഞങ്ങളുടെ സൽപ്രവൃത്തികൾ എന്ത് പറ്റുമോ? അതിനെ മലിനമായ വസ്ത്രങ്ങൾ പോലെയാണ്. ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു, കാറ്റെന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു. ഓക്കെ അല്ലേ? ഇതാണ് അവസ്ഥ. അപ്പൊ പുണ്യമായിട്ട് തന്നെ പോകാൻ നോൻപ് കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. പാപപ്രവർത്തികളുടെ എണ്ണം കുറച്ചില്ലായ്മ ചെയ്യണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മനസ്സിലായില്ലേ? കാര്യം ഇപ്പോൾ ഉടമ്പടി ആകുമ്പോൾ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. നീ ഒരു കക്ഷി, നിൻ്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ ദൈവമാണ് കൗണ്ടർ പാർട്ടായിട്ട് വരുന്നത്. അപ്പം ദൈവത്തോടാണ് നീ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് ഉടമ്പടിക്ക് ആശീർവാദം എപ്പോഴും റിമൈൻഡറായിട്ട് വരണത്. അത് പാസ് ചെയ്യരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം, ചില പെരിച്ചാഴികൾ ഉടമ്പടി ആശീർവാദം പാസ് ചെയ്യാൻ പാടില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിക്ക് ആശീർവാദം നീയും നിൻ്റെ ദൈവവും തമ്മിൽ ചെയ്ത ഉടമ്പടി ജീവിതത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അത് മകൾ കാനഡയിൽ പോയി അല്ലെങ്കിൽ അവൾ ഐസിയിൽ പോയതൊരു കാര്യമില്ല. നീ ഉടമ്പടി വൃത്തിയും മെനയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ ഐസിയിൽ നിന്ന് മാതാവ് പൊക്കിക്കൊണ്ട് പോകുന്നുള്ളൂ. അത് ഇതുകൊണ്ട് അവിടെ കെട്ടി താത്തേണ്ട ആവശ്യമില്ല. അതിന് വേറെ കാശിനും കൃപാസത്തിനും തരും. അച്ഛൻ കൊടുക്കുന്നുണ്ടല്ലോ, ആൾക്കാരെ കണ്ടില്ലേ? അതിൽ അവിടെ ഉടമ്പടി കാശും ആവശ്യമില്ലാത്ത രീതിയിൽ കൈമാറാതിരിക്കാൻ വേണ്ടിയാണ് അച്ഛനെ കാണുന്നവർക്കെല്ലാം ഞാൻ പാശുരം വെഞ്ചരിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അതായത് ഇതിനെല്ലാത്തിനും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അറിഞ്ഞു വേണം നിങ്ങൾ കൈകാര്യം ചെയ്യാൻ. അപ്പം നിങ്ങൾ ഉടമ്പടി കാശിനും കൈമാറിയെന്ന് കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന് മനസ്സിലാകും ഇത് ഉടമ്പടിയോട് അത്ര കണ്ട് കൂറുള്ള ആളല്ല, ചുമ്മാ കാര്യം കാണാൻ വേണ്ടിയും വീട്ടിലെ കാര്യം നടക്കാൻ വേണ്ടിയും ഇതുപോലെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കോയിൻ ഉപയോഗിക്കണ പോലല്ലേ, കോയിൻ ഉപയോഗിക്കണ പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഈ വിഷയത്തിൽ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നിയമം എന്താണ്, നിങ്ങൾ ഉടമ്പടി കാശും കളഞ്ഞു പോയാൽ നിങ്ങൾ ഉടമ്പടി പിന്നെ കാശും വേണമെങ്കിൽ വേറെ ഉടമ്പടി ചെയ്യേണ്ടി വരും. അതിനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി കാശും കളയാൻ സൂക്ഷിക്കണം. ഇൻ കേസ് അത് ജീർണിച്ച് പോയാൽ എഴുത്തൊടിയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചു തരും, പുതിയത് തരും. ജീർണിച്ച് പോയാൽ ജീർണിച്ച് പോകില്ല, പക്ഷേ കളഞ്ഞു പോയാൽ തരത്തില്ല. നിങ്ങളുടെ ഉടമ്പടി കളഞ്ഞു പോയെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഉടമ്പടി കാശിനും കളഞ്ഞു പോയെങ്കിൽ അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഉടമ്പടി പോയി കാണാം ദൈവത്തിൻ്റെ സന്നിധിയിൽ. അതാണ്. അപ്പോൾ ഈ വിഷയം വെച്ചാൽ നമ്മൾ ഓരോ വിഷയവും വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നവരുണ്ട്. ഉടമ്പടി തൈലം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. ഉടമ്പടി ഉപ്പ് കൃത്യമായിട്ട് ആട്രിബ്യൂട്ട് ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം ശ്രദ്ധയുള്ളവരാണ്. അല്ല അവിടുന്ന് കുറേ നേർച്ച വസ്തു കിട്ടി ഇങ്ങോട്ടിട്ട് അവിടെ നിന്ന് കിട്ടില്ല, ഒന്നും തന്നില്ല, അതിനൊക്കെ തരുമെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് ഭർത്താവ് രണ്ട് പൂശിച്ചും വന്ന് വെള്ളം അടിച്ച് വന്ന് വെച്ച് ഓരോ കാര്യം ചെയ്യുമ്പോൾ നീ കൊണ്ട് ബുദ്ധിയും പോലെ ഇല്ല എടുത്ത് കൈ കൊടുക്കാൻ പാടില്ല. നിങ്ങളത് പ്രാർത്ഥിച്ച് ആരാണോ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയെ ചെയ്യാൻ പാടുള്ളത്. ആ വ്യക്തി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ വ്യക്തി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ അത് ചെയ്യണത് അവരുടെ ഭൗതികമായ ഉന്നമനം ആയിരിക്കരുത് പ്രൈമറി ഇൻറ്റൻഷൻ വരണത്. അവരുടെ ആധ്യാത്മികമായ ഉന്നമനമായിരിക്കണം. മനസ്സിലായില്ലേ? അതായത് അവർ രോഗത്തിൽ നിന്ന് മോചിച്ചാൽ നിങ്ങൾ ഉറപ്പ് വരുത്തണം അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുമെന്ന്. അല്ലാതെ അവർ സുഖപ്പെട്ട് കാര്യമില്ലല്ലോ. അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കും എന്ന് അവരോട് ചോദിക്കണം. ഇത് തരുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യും, നിങ്ങളത് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ സൗഖ്യപ്പെട്ട് കഴിയുമ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ജീവിതം തുടങ്ങണം എന്ന് നിങ്ങളെ ഉറപ്പ് വരുത്തണം. അല്ല കാണുന്ന കടവാമ്പോത്തിന് എല്ലാം കൊണ്ട് അത് ഇതൊക്കെ തേച്ച് വെച്ചിട്ട് ചുറ്റി നടക്കരുത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഈ വിഷയം വളരെ കാര്യം, ഓരോ കാര്യങ്ങൾ സാക്ഷ്യ ബേസ്ഡായിട്ടാണ് പോണത്. സാക്ഷ്യങ്ങൾ നല്ല വലിയ 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 സാക്ഷ്യങ്ങൾ പറയുന്നവർ എങ്ങനെയാണ് അത് ചെയ്യണമെന്ന് നോക്കണം. അവരെന്ത് ശ്രദ്ധയോടെയാണ് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് തൽക്കാലത്തേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് ഇങ്ങനെ ഉടമ്പടി ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് നിങ്ങളുടെ വിഷയങ്ങൾ കഴിഞ്ഞാലും ഉടമ്പടി ദൈവം വിശ്വസ്തനായിരിക്കുമെന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉടമ്പടിയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. കാരണം ഉടമ്പടി പോലെ പരിശുദ്ധാത്മാവ് ലഭിക്കാൻ പറ്റിയ വേറെ സംവിധാനമില്ല. കാര്യം പരിശുദ്ധാത്മാവിൻ്റെ എല്ലാവിധ അഭിഷേകം തുടങ്ങുന്നത് ഉടമ്പടി കവനൻ്റ് ഫോർമാറ്റിലാണ്. കവനൻ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുന്നതാണ്. ഈ പരിശുദ്ധാത്മാവ് ലഭിക്കാൻ വേണ്ടിയുള്ള ഫോർമാറ്റ് എന്താണ്? കവനൻ്റ് ഫോർമാറ്റാണ്. ഇപ്പോൾ പത്രോസിൻ്റെ പ്രഭാഷണം കഴിഞ്ഞു. പത്രോസിൻ്റെ പ്രഭാഷണത്തിന് മുമ്പ്
ഒരു ചോദ്യമുണ്ട്. പത്രോസിൻ്റെ പ്രഭാഷണത്തോടുകൂടിയാണല്ല പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് ആൾക്കാർ ചോദിക്കണത്. എന്താണ്? 2:37 എടുത്ത് നടപടി 2:37 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:37 നടപടി 2:37. ഇത് കേട്ടപ്പോൾ വചനങ്ങൾ കേട്ടപ്പോൾ, അതാണ് ഇത് കേട്ടപ്പോൾ പത്രോസ് തോന്നിയ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കേട്ടാൽ ജനങ്ങളിൽ ഉടനെ ചോദ്യങ്ങൾ ഉണ്ടാകണം. അതാണ് പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള ആദ്യത്തെ നടപടിക്രമം. അതാണ് ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടാൽ കർത്താവ് തോണ്ടിയവർക്ക് ചോദ്യങ്ങളുണ്ടാകും, അല്ലാത്തവരുമായിട്ട് നോക്കിയിരിക്കും. പിടിയില്ലേ? ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ തോണ്ടൽ കിട്ടിയ ആളാണെങ്കിൽ, അഭിഷേകം കിട്ടിയ ആളാണെങ്കിൽ ഉടനെ നിങ്ങൾക്ക് ഒരു ചോദ്യം വരും. എന്താണ്? ഞങ്ങൾ എന്താണ്? റീഡ് ഇറ്റ് അഗൈൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു. കണ്ടില്ലേ? ദൈവവചനം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചത്? ഒരു സംഭവം നടന്നു. എന്ത് ചെയ്തിട്ട്? ഹൃദയം നുറുങ്ങി, അത് പൊടിച്ചുപോയി. പഴയ ഹൃദയമില്ലേ, അത് പൊടിയണം. വചനം കേൾക്കുമ്പോഴേ ഉണ്ടാകുമ്പോൾ ഇനി ഞാൻ പഴയതുപോലെ ജീവിക്കത്തില്ല, എൻ്റെ പഴയ ഹൃദയം ഓട്ടോമാറ്റിക്കായിട്ട് വചനം കേട്ട് പൊടിഞ്ഞു പോകണം, വിശദീകരിക്കണം. അതാണ് ഹൃദയം നുറുങ്ങിയെന്നാണ്. ഹൃദയം പൊടിഞ്ഞു. നിങ്ങൾ പൊടിയാതെ കല്ലുപോലെ ഇരുന്ന് വചനം കേട്ടാൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഒരു കാരണവുമില്ല. കളിക്കാൻ പോയിട്ട് വരുമ്പോഴായാലും എന്തെങ്കിലും കഴിച്ചിട്ടിരിക്കുമ്പോഴായാലും യാത്ര ചെയ്തിട്ട് വരുമ്പോഴും 1.5 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഛർദ്ദില്ല. നമുക്ക് കണ്ടു നിൽക്കാനേ പറ്റത്തില്ല, അത്രയ്ക്കും പ്രയാസം തോന്നും. അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് 12 വയസ്സ് കഴിഞ്ഞെങ്കിലൊക്കെ ഇത് മാറത്തുള്ളൂ, അല്ലാതെ ഇതിന് മരുന്നൊന്നും ഇല്ലെന്ന്. ഇവിടെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് പൂർണ്ണമായും മാറി. ഇപ്പോൾ 7 വയസ്സുണ്ട് കൊച്ചുമോന്. പിന്നെ മോൾ അത് 4 വർഷമായിട്ട് ഒരു ഭവനം വേണമെന്ന് മനസ്സിൽ ഒരാഗ്രഹമേ ഉള്ളൂ. പക്ഷേ അതിനുള്ള ഒന്നും കയ്യിലില്ലായിരുന്നു. എന്നിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. ഞാൻ അത് ഉടമ്പടിയിൽ വെച്ചിരുന്നു. 3 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ പ്രോപ്പർട്ടി ഡീലർ ഇങ്ങോട്ട് തന്നെ വിളിച്ച് ഇങ്ങനെ ഒരിടത്തൊരു ഭവനം ഉണ്ടെന്നുള്ളത് പറഞ്ഞ് അവർ പോയി നോക്കിക്കണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് വിളിച്ച് പറഞ്ഞ് ആ ഉപ്പ് ഇവിടുന്ന് കൊടുത്തു വിട്ടായിരുന്നു. മോള് പോയപ്പം ആ ഉപ്പ് കൊണ്ട് അവിടെ വിതറിയിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു. അങ്ങനെ അവളെ ചെയ്ത് ഉടമ്പടി പുതുക്കുന്നതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അത് നമ്മുടെ പേർക്ക് വീട് ശരിയായി കിട്ടി. അത് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോഴും ഭയങ്കര പ്രയാസമായിരുന്നു. ഈ കോവിഡിൻ്റെ കാലമായതുകൊണ്ട് എല്ലായിടും അടച്ചു പൂട്ടി. അപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥ വെളിയിൽ US പോകാൻ വേണ്ടി, അപ്പോൾ 1 മാസത്തിനകം അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നെങ്കിലേ പറ്റത്തുള്ളൂ. ഇവിടെ എല്ലാം അടച്ചുപൂട്ടലുമായി. പക്ഷേ അമ്മ മാതാവ് വഴി തുറന്നു കൊടുത്ത് അവർ ചെന്ന ദിവസം തന്നെ ആദ്യത്തെ നമ്പർ അവർക്ക് കിട്ടി. വീടിൻ്റെ രജിസ്ട്രേഷൻ മൊത്തം കഴിഞ്ഞു, അവിടെ അടയ്ക്കുകയും ചെയ്തു. അതും ബുധനാഴ്ച ദിവസം തന്നെയാണ്, അമ്മ മാതാവിൻ്റെ ആ ദിവസം തന്നെയാണ് അതും സാധിച്ചു കിട്ടിയത്. പിന്നെ എൻ്റെ കൈയുടെ വെള്ളം ഇങ്ങനെ പെരുത്ത് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുകയില്ല. എനിക്ക് ഷുഗറും തൈറോയിഡും ഒക്കെ ഉള്ളതാണ്. അപ്പം 2 കൈയുടെയും വെള്ളം ഇങ്ങനെ പെരുത്ത് രാത്രിയിൽ ഉറങ്ങാനേ പറ്റത്തില്ല. ഞാൻ ഈ മുട്ടിനൊക്കെ കെട്ടുന്ന ബാൻഡേഡ് കെട്ടി വെച്ചുകൊണ്ടാണ് രാത്രി ഉറങ്ങിക്കൊണ്ടിരുന്നത്. അതും 2-3 വർഷമായ കാര്യമാണ്. അത് ഞാൻ ഉടമ്പടി എടുത്ത് തൈലമൊക്കെ തേച്ച് അതും എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി. ഇപ്പോൾ അറിയാൻ പോലും ഇല്ല അങ്ങനെയുള്ള വേദനകൾ. പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഭവനത്തിൽ രാത്രി പ്രാർത്ഥന, നേരത്തെ ഇടയ്ക്കൊക്കെ ശനിയും ഞായറും ഒന്നും കുടുംബ പ്രാർത്ഥനയില്ല എന്ന് വെച്ച് TV-ക്കകത്ത് പിന്നെ ശനിയും ഞായറും ആകുമ്പോൾ എക്സ്ട്രാ പരിപാടികളൊക്കെ അതൊക്കെ കണ്ടുകൊണ്ടങ്ങ് ഇരിക്കുക. അന്ന് പ്രാർത്ഥനയേ ഇല്ലായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് അതിന് സന്ധ്യയ്ക്ക് 7:30 എന്നൊരു സമയമുണ്ടെങ്കിൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന നടത്തിയിരിക്കും. പിന്നെ എപ്പോഴും എനിക്ക് വചനം എഴുതാനും വായിക്കാനും ഒക്കെ ഉള്ള, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ മറ്റേ TV-യുടെ മുമ്പിലായിരുന്നു ഇരിക്കുന്നത്. ഇപ്പോൾ എപ്പോഴും ബൈബിള് വായിക്കുകയും വചനം എഴുതാനും വായിക്കുവാനും ഒക്കെയുള്ള കൃപ കിട്ടി. എൻ്റെ പേര് ഗോപിക. ഞാൻ കൊല്ലം കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഏപ്രിലാണ് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒത്തിരി കാര്യങ്ങൾ എനിക്ക് സഹായിച്ച് കിട്ടി. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് തലയിൽ 2 നരമ്പുകൾ കണക്ട് ചെയ്ത് ഒരു കണ്ണ് കാണാൻ വയ്യായിരുന്നു. അങ്ങനെ ഇത് തലയിൽ ഈ നരമ്പ് ഓപ്പറേഷൻ ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്.
പക്ഷേ ഇവിടുത്തെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് അച്ഛൻ്റെ കണ്ണിൻ്റെ അസുഖം പൂർണ്ണമായി മാറി. കണക്ട് ചെയ്ത നരമ്പ് വിട്ടുമാറി. ഈ ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ അച്ഛൻ്റെ കണ്ണിനിപ്പം കാഴ്ച കിട്ടിയിരിക്കുകയാണ്. രണ്ടാമതായിട്ട് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയാണ് വെച്ചത്. അമ്മയുടെ യൂട്രസിലൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. ഈ ഫൈബ്രോയിഡ് കാരണം 1 വർഷമായി ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പം അമ്മ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ അമ്മയ്ക്ക് ഇവിടുത്തെ തേൻ നൽകി, ഉടമ്പടി തൈലവും നൽകി. അങ്ങനെ അത് പൂർണ്ണമായി ഇപ്പം മാറിയിരിക്കുകയാണ്. പിന്നെ എനിക്ക് PGക്ക് അഡ്മിഷന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡിഗ്രിക്ക് മാർക്ക് കുറച്ച് കുറവായിരുന്നു. പക്ഷേ എനിക്ക് PGക്ക് നല്ലൊരു കോളേജിൽ ഇപ്പോൾ അഡ്മിഷൻ കിട്ടി. ഞാൻ ഇപ്പോൾ 2nd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് PG. പിന്നെ എൻ്റെ കസിനാണെങ്കിൽ 2 വർഷമായിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും ജോലിക്ക് വിളിക്കാതിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബറിലാണെങ്കിൽ ജോലിക്കായിട്ട് അബുദാബിയിലോട്ട് പോയി. പുള്ളിക്കാണെങ്കിൽ കിട്ടിയ ഡിപ്പാർട്ട്മെൻറ്റിലല്ല കിട്ടിയിരുന്നത്. അതിന് ഭയങ്കര വിഷമായി തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് പോകുന്നു. അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. എൻ്റെ പേര് അഖില ആൻ്റണി. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഞാൻ MCAക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ കഴിഞ്ഞ മാസം 2-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് MCAക്ക് പഠിക്കുന്നെങ്കിലും പ്ലേസ്മെൻറ്റിന് ഒത്തിരി ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ടും എനിക്കൊരു ഇൻ്റർവ്യൂ പോലും പാസ്സാവാൻ പറ്റിയിട്ടില്ലായിരുന്നു. പാസ്സാവുന്ന ഇൻ്റർവ്യൂയുടെ റിസൾട്ട് വരാതെ എല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കൃത്യം 3-ാം ദിവസം വൈകുന്നേരം എനിക്ക് ഓഫർ ലെറ്റർ ഉൾപ്പെടെ എഞ്ചിനീയറായിട്ട് ടാറ്റ എലക്സിൽ ജോലി കിട്ടിയെന്നും പറഞ്ഞ് ഓഫർ ലെറ്റർ ഉൾപ്പെടെ വന്നു. എൻ്റെ ക്ലാസ്സിൽ ഇതുവരെ ജോലി ലഭിച്ച ആർക്കും തന്നെ ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്കാണ് ആദ്യമായിട്ട് അത് കിട്ടിയത്. മാതാവാണ് എന്നെ അനുഗ്രഹിച്ചത്. കൂടാതെ എൻ്റെ ചിറ്റ മുഴയുടെ ഓപ്പറേഷൻ ഭാഗമായിട്ട് ചികിത്സയിലായിരുന്നു. അപ്പോൾ ചിറ്റയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയും ഞാനും കൃപാസനത്തിലെ മാതാവിനോട് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ചിറ്റയെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായി കൃത്യ ഓപ്പറേഷന് 2 ദിവസം മുൻപ് മുഴകളെല്ലാം മാറിയെന്നും പറഞ്ഞ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അനുഗ്രഹം മാതാവാണ് എനിക്ക് തന്നത്. എൻ്റെ പേര് റാണി ജോണി. ഞാൻ പിറവം മുളക്കുളം സെൻറ്റ് മേരീസ് കത്തോലിക്ക പള്ളി ഇടവാംഗമാണ്. ഞാൻ 2019 ഏപ്രിൽ 12-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നതും കൃപാസനത്തിൽ വരുന്നതും. എനിക്ക് 11 വർഷമായി സ്വന്തമായൊരു വീടില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 90 ദിവസത്തിന് ഉള്ളിൽ എനിക്ക് എൻ്റെ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് എനിക്ക് ജൂലൈ 1-ാം തീയതി എനിക്ക് വീടിൻ്റെ കൂദാശ നടത്താൻ സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് 22 വർഷമായി പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. കല്യാണത്തിന് മുൻപുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 22 വർഷമായിട്ട് എനിക്കറിയാവുള്ളൂ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 22 വർഷമായി. അത് ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി അത് മാറിക്കിട്ടി. അതുപോലെ തന്നെ അമ്മയ്ക്ക് യൂട്രസ് വികസിക്കുന്ന അസുഖം ഉണ്ടായിരുന്നു. അത് ഞാൻ ഉടമ്പടി കാശിരൂപം അമ്മയുടെ കഴുത്തിൽ കെട്ടി കൊടുത്തതിൻ്റെ ഫലമായി ആ അസുഖം മാറിക്കിട്ടി. ഇത്രയും തന്ന കൃപാസന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻസി ഗാസ്പർ. ഞാൻ മാരാരിക്കുള്ള ഇടവകയിൽ നിന്നും വരുന്നു. ഞാനിവിടെ നിൽക്കുന്നത് മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അമ്മ തന്ന വലിയൊരു കൃപയോട് നന്ദി പറയാനാണ്. എനിക്ക് 2 വർഷം മുന്നേ തന്നെ ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. തേയ്മാനം കാരണം ഞാൻ ജോലി നിർത്തിപ്പോന്നു. ബസ്സിൽ കയറാനോ ഒന്നും സാധിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ച് നവംബർ മാസം 19-ാം തീയതിയാണ്, ഒക്ടോബർ മാസം 19-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം എനിക്ക് ഇതുവരെയും ഞാൻ ഒരു മരുന്നോ ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷേ ഞാൻ അതിനേക്കാൾ ഇരട്ടി ജോലി ചെയ്യുന്നുണ്ട്. ബസ്സിലൊക്കെ നടക്കാനും കയറാനും എല്ലാം എനിക്ക് പറ്റുന്നു. ബസ്സിൽ കാലെടുത്ത് വെക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ അനുഗ്രഹം കാരണം എനിക്കത് സാധിച്ചു. 2ാമതായിട്ട് എൻ്റെ മോളുടെ GNM പരീക്ഷ ഉണ്ടായിരുന്നു. ആ പരീക്ഷയ്ക്ക് അവൾക്ക് റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇയർ ആയിരുന്നു. പിന്നെ പരീക്ഷയുടെ ഡേറ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയുടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് മാതാവിനോട് പറഞ്ഞ് അടുത്ത ഉടമ്പടിക്ക് മുന്നേ തന്നെ അമ്മ എനിക്ക് അവൾക്ക് ഡേറ്റ് വരണം പരീക്ഷയ്ക്കുള്ളത്. ഞാനിവിടെ അടുത്ത മാസം തിരിച്ചിവിടെ എത്തി. ഉടമ്പടിയുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മകൾ തെലങ്കാനയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് അമ്മച്ചി എനിക്ക് ഡേറ്റ് വന്നെന്ന്. 3ാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മോള് ഒരു യാത്രയിൽ ഈ 2 ആഴ്ചയ്ക്ക് മുന്നേ പോയിരുന്നു.
അവൾ പിന്നെ യാത്രയിലായിരുന്നപ്പം മമ്മയുടെ അടുത്ത് വന്നിട്ടാണ് പോയത്. യാത്രയിലായിരുന്നപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ നിന്ന് ജോലിയുടെ ഇടയ്ക്ക് പ്രാർത്ഥിക്കുമായിരുന്നു. പെട്ടെന്ന് എനിക്കൊരു മുന്നറിയിപ്പ് പോലെ വന്ന് ഒരു അപകടം വരാൻ പോകുന്നു, അവളെ വിളിച്ച് പറയണം, നീ പ്രാർത്ഥിക്കണം ബസ്സിലിരുന്നെന്ന്. അപ്പോൾ തന്നെ ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ എന്തോ ഒരു അസ്വസ്ഥത എനിക്ക് തോന്നുന്നു, പക്ഷേ നീ പ്രാർത്ഥിക്കണം, എന്തോ അപകടം പോരാഞ്ഞിട്ട് ചുരത്തിക്കൂടിയൊക്കെ പോകുന്നതല്ലേ എന്ന്. മുന്നോട്ട് പോയി അരമണിക്കൂർ കഴിഞ്ഞില്ല, ഭയങ്കര വലിയൊരു അപകടമാണ് ഉണ്ടായത്. പക്ഷെ എൻ്റെ മോള് പറയുമായിരുന്നു, എങ്ങനെ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് അറിയത്തില്ല. കാരണം അങ്ങോട്ട് തിരിഞ്ഞെന്ന് കാല് തിരിഞ്ഞാൽ പോലും പെട്ടെന്ന് ഒരു വീഴുന്ന താഴെയുള്ളൊരു വലിയ കൊക്കയില്ല, തിരിച്ചു പോലും കൊച്ചിനെ പോലും കിട്ടത്തില്ല. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ എൻ്റെ അയൽവക്കത്തുള്ള ഒരു കൊച്ച് എന്നെ വിളിച്ചിട്ട് കരഞ്ഞോണ്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഇച്ചിരി ഉടമ്പടി തൈലം തരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോളെ ഉടമ്പടി തൈലം തന്നു